ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കണം, പകരം തനിക്ക് ആ കസേരയിൽ കയറിയിരിക്കണം. പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ സ്വപ്നമാണ്. അത് ഏത് വിധേയനെ നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജൻസി കലാപം നടത്തണമെങ്കിൽ അതിനുള്ള പ്രോത്സാഹനം നൽകുന്നു. അതല്ല, ഈ സർക്കാർ വോട്ട് ചോരിയിലൂടെയാണ് അധികാരത്തിലെത്തിയെന്ന തരത്തിൽ കിംവദന്തി പ്രചരിപ്പിക്കുന്നു. പല തന്ത്രങ്ങൾ പ്രചരിപ്പിച്ചിട്ടും അതൊന്നും ഫലം കാണുന്നില്ല. ഇനി പാകിസ്ഥാനിലെ പ്രത്യേകിച്ച് POK മേഖലയിലുള്ള ഭീകരവാദികളുമായിട്ട് ചർച്ച ചെയ്ത്, അതല്ലെങ്കിൽ പാകിസ്ഥാനിലെ തീവ്രവാദികളുമായിട്ട് ചർച്ച ചെയ്ത്, ഇനി ചൈനീസ് ചാരന്മാരുമായി ചർച്ച ചെയ്ത് എന്തെങ്കിലുമൊക്കെ നീക്കം നടത്തി മോദിയെ ഇല്ലാതാക്കിയാലും വേണ്ടിയില്ല ഭരണത്തിലേക്ക് എത്തണം രാഹുലിൻ്റെ നീക്കമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നേരെ സിസിജി, ഇത് അതീവ ഗുരുതരമായിട്ടുള്ള അന്താരാഷ്ട്ര മാനങ്ങളുള്ള പ്രശ്നമാണെന്ന് വേണം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ. അതായത് ഇപ്പോൾ ആഗോള ഭീകരതയല്ല ലോകത്ത് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി, മറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണെന്നുള്ളൊരു നറേറ്റീവും ടൂൾ കിറ്റുകളും ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ലോകം. നോക്കൂ, നമ്മൾ ഈ കാര്യങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ 3 ഘട്ടങ്ങളായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തേക്ക് ഞാൻ അവസാനം വരാം, അത് വളരെ സസ്പെൻസിലിരിക്കട്ടെ. പ്ലാൻ എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യയിലെ ആശയവൈരുദ്ധ്യമുള്ള എല്ലാ കക്ഷികളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് പോരാടിക്കൊണ്ട് നരേന്ദ്രമോദിയെ തകർക്കുക. ഏതാണ്ട് കുറച്ചൊക്കെ വാരണാസിയിൽ കുറച്ചൊക്കെ അവർ വിജയിക്കുകയും ചെയ്തു, വിജയത്തോടടുത്തു. പക്ഷേ അന്തിമ വിജയം നരേന്ദ്രമോദിക്ക് തന്നെയായിരുന്നു. അതിനെ തുടർന്ന് എന്താ, വളരെ സെൻസേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന വർഗീയമായിട്ടുള്ള വിഷയങ്ങൾ ഇന്ത്യ സതുദ്ദേശത്തോടുകൂടി ഇന്ത്യയുടെ പുരോഗമനത്തിന് വേണ്ടി നടപ്പാക്കുന്ന ബില്ലുകളിലുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടുള്ള കലാപ ആഹ്വാനം. സമരമല്ല, പ്രക്ഷോഭമല്ല ഞാൻ പറയുന്നത്, കലാപ ആഹ്വാനം. ആ വാക്കിന് ഞാൻ അടിവരയിടുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു കാർഷിക നയ ബില്ലുകൾക്കെതിരെ ചെങ്കോട്ടയിൽ മഞ്ഞക്കൊടി, തീവ്രവാദികളുടെ കൊടി അവിടെ നാട്ടിയത്. അതുപോലെ തന്നെയായിരുന്നു CAA, സിറ്റിസൺസ് അമെൻമെൻറ്റ് ആക്ട് എന്നുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടായതാണോ അതിൻ്റെ ഭാഗം, അതൊരു ചങ്ങലയാണത്. ഇങ്ങനെ കാലങ്ങളിലൂടെ നീണ്ടു കിടക്കുന്ന ചങ്ങല. SIR, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് റിവിഷൻ, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. ഈ 3 കാര്യങ്ങളും കൂടെ ചേർത്ത് കലാപത്തിനുള്ള ആഹ്വാനം തന്നെയാണ് നടന്നത്, പ്രക്ഷോഭം. അതിനോടൊത്താണ് സിസിജി പറഞ്ഞതുപോലെ നേപ്പാളിലെ ഈ പ്രക്ഷോഭം, ജൻസി പ്രക്ഷോഭം വരുന്നത്. അതുപോലൊരു പ്രക്ഷോഭം ഇന്ത്യയിൽ വരണം എന്നവരെ പരസ്യമായിട്ട് തന്നെ ആഹ്വാനം ചെയ്തതും നമ്മൾ കേട്ടത്. എന്തിനു വേണ്ടിയായിരുന്നു? ആ കലാപത്തിലൂടെ എന്താണ് നേപ്പാളിൽ സംഭവിച്ചത്? അവിടുത്തെ ഭരണാധികാരികളെയും രാഷ്ട്രീയക്കാരെയും ചെറുപ്പക്കാർ കൊന്നു, അന്നാട്ടിലെ യുവജനങ്ങൾ കൊന്നു. അതുപോലൊരു കൊലപാതക പരമ്പര ഇന്ത്യയിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആഗ്രഹിച്ചത്. അതിന് രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്നു, എന്നിട്ട് അടുത്ത പ്രധാനമന്ത്രിയായിട്ട് വരുന്നു എന്നൊരു പ്ലാനായിരുന്നു ഉണ്ടാക്കിയത്. ഇതിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അന്താരാഷ്ട്ര പിന്തുണയുണ്ട് ഇവർക്ക്. ജോർജ് സൊറോസിൻ്റെ ഫണ്ട് മാധ്യമങ്ങളിലൂടെ വരുന്നു ഇത്തരം വാർത്തകൾ പൊലിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിനോടൊപ്പം തന്നെ ട്രംപിൻ്റെ ചുങ്കം. ഏതൊരു രാഷ്ട്രവുമായിട്ട് നമ്മൾ എണ്ണ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ചുങ്കം ഏർപ്പെടുത്താറുണ്ടോ? എന്നിട്ട് അമേരിക്ക തന്നെ അവിടുന്ന് എണ്ണ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്കൊരു കുഴപ്പമില്ല. ഈ എണ്ണ വാങ്ങിക്കുന്നതുകൊണ്ട് ചൈന അവർക്ക് ഇത്രയും ചുങ്കം ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്ത്യയെ പ്രത്യേകമായിട്ട് ഇങ്ങനെ ഉപരോധിക്കാനുള്ള കാര്യം, ചുങ്കമിട്ടുകൊണ്ട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ കൂടി തകർക്കാൻ ട്രംപും കൂടി ചേർന്നുള്ള ഒരു ആസൂത്രണമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ജോർജ് സൊറോസിൻ്റെ കൈകളുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഇന്ത്യയെ, പ്രധാനമന്ത്രിയെ, സാമ്പത്തികമായിട്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ പ്രധാനമന്ത്രിക്ക് നിലനിൽപ്പുണ്ടാവില്ല. ഇതെല്ലാം കൂടി ഇതൊക്കെ ആയിട്ട് ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ലോകമാസകലം ഞാൻ പറയാം 8.2% അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുക. ലോകത്തിൻ്റെ ശരാശരി എത്ര എന്നറിയാം? അത് തിരിച്ചിട്ടല്ല എത്രയും അതാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ 2.8 ആണ്. അതിൻ്റെ 4 ഇരട്ടി വേഗത്തിലാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വളർന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ ശരാശരി എന്ന് പറയുന്നത് 2.8, ഇന്ത്യയുടേത് 8.2. അപ്പോൾ അതുകൊണ്ടും ഈ ചുങ്കം കൊണ്ടും തകർക്കാൻ കഴിയുകയില്ല എന്നുള്ളിടത്താണ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ആ സമയം തെറ്റിച്ചുള്ള ഒരു പ്രതിഷേധം SIR-നെതിരെ ഡൽഹിയിൽ നടന്നു. ഈ ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളും ഉണ്ടായിരുന്നു. അവരുടെ ഊർജം, ബീഹാറിൽ തോറ്റതിന് ഒരു ഊർജം സംഭരിക്കാനുള്ളതായിരുന്നു. ആ ഊർജം സംഭരിക്കുക മാത്രമല്ല ചെയ്തത്, അവരുടെ വീര്യം ഉയർത്താനും അതുപോലെ തന്നെ പ്ലാൻ സിയുടെ പ്രഖ്യാപനവും കൂടി. ഇത് മനസ്സിലായല്ലോ. തെരഞ്ഞെടുപ്പ് പ്ലാൻ എ, അതിൽ കലാപം പ്ലാൻ ബി. 3ാമത്തെ പ്ലാനാണ് ഏറ്റവും ഗുരുതരമായിട്ട്. അത് രണ്ടും കുഴപ്പമില്ല, പോകട്ടെ. 3ാമത്തെ പ്ലാനാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ളത്. അവിടെ എന്താ പറഞ്ഞത്? അവിടെ
മോദിയുടെ ശവക്കുഴി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതായത് പാലാ ബിഷപ്പ് ഹൗസിന് മുമ്പിലൂടെ കുന്തിരിക്കവും അവരും മലരും കഴുതി വെച്ചു, വരുന്നു നിങ്ങളുടെ കാലന്മാർ എന്ന് PF-ൻ്റെ ഒരു കൊച്ചു സഖാവ് അച്ഛൻ്റെ തോളിലിരുന്ന് പാടിയതുപോലെ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ മല്ലികാർജുൻ ഖാർഗെയും സാക്ഷി നിൽക്കെ, അവർ കേൾക്കെ ഉയർത്തിയ മുദ്രാവാക്യം മോദിയുടെ കുഴി ഞങ്ങൾ തോണ്ടി, ശവക്കുഴി ഞങ്ങൾ തോണ്ടി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ താമസമല്ല, എലിമിനേറ്റ് ചെയ്യാൻ. ഇതിനോടൊപ്പം അതീവ ഗൗരവമായിട്ട് ഒരു രാഷ്ട്ര സുരക്ഷാ വിഷയമായി കാണേണ്ട ഒരു കാര്യം കൂടി നടന്നു. പാക് ഓക്കുപ്പൈഡ് കാശ്മീർ നമുക്കറിയാമല്ലോ. അവിടെ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിഭാഗമുണ്ട്, അതുപോലെ തന്നെ പാകിസ്ഥാൻ അനുകൂലമായിട്ടൊരു വിഭാഗമുണ്ട്. ഇതും കൂടാതെ തീവ്രവാദികളും മതമൗലികവാദികളും ഉണ്ട്. അവിടെ എല്ലാ വർഷവും കാശ്മീർ ഡേ എന്ന് പറഞ്ഞൊന്ന് അവിടെ ആചരിക്കപ്പെടുകയല്ല, ആഘോഷിക്കപ്പെടാറുണ്ട്. ആ കാശ്മീർ ദിനത്തിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നത് ഹമാസിൻ്റെ തീവ്രവാദികൾ തന്നെയാണ് അവർ വന്നത്, ബൈക്കുകളിലാണ് അവർ പോയത്, നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടുത്തെ ഒരു മതമൗലികവാദിയും ഇവരുടെ നേതാവ്, തീവ്രവാദികളുടെ, ഇന്ത്യ പക്ഷത്തിൻ്റെ നേതാവല്ല, പാകിസ്ഥാൻ പക്ഷത്തിൻ്റെ അല്ല, മറിച്ച് മതമൗലികവാദി തീവ്രവാദിയായിട്ടുള്ള ആൾ, ഉഗ്രവാദിയായിട്ടുള്ള ആൾ, അദ്ദേഹത്തിൻ്റെ പേര് യലാൻ ഒമർ എന്ന് പറയുന്ന ഈ ആളിനെ രാഹുൽ ഗാന്ധി കണ്ടിരിക്കുന്നു. അവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ ചിത്രങ്ങൾ പബ്ലിക് ഡൊമൈനിലുണ്ട്. എന്നാൽ എന്തിനാണ് താൻ ഈ യലാൻ ഒമറിനെ കണ്ടത് എന്നുള്ള കാര്യം ഇതുവരെ രാഹുൽ ഗാന്ധി സ്പഷ്ടമാക്കിയിട്ടില്ല, മണിശങ്കർ അയ്യർ സ്പഷ്ടമാക്കിയിട്ടില്ല, അതുപോലെ തന്നെ കോൺഗ്രസ്സിലെ ആരും പവൻ ഖേര പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഈ വാർത്ത വന്നു, റിപ്പബ്ലിക് TV ഇന്നലെ ഈ വാർത്ത പ്രസിദ്ധം ചെയ്തു, പക്ഷേ ഇതിനൊരു വിശദീകരണവും ഇന്ന് വരെ വന്നിട്ടില്ല. മലയാളത്തിലെ പത്രങ്ങൾ പിന്നെ അത് റിപ്പോർട്ട് ചെയ്യില്ലല്ലോ, അതാണല്ലോ നമ്മുടെ നയം. അപ്പോൾ ഇത് എന്തിനു കാണാൻ പോയി, ഈ സമയത്ത് എന്തിനു കാണാൻ പോയി? ശവക്കുഴി ഞങ്ങൾ തോണ്ടി എന്ന് പറയുക, അത് കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിൽ, അവർക്കറിയാമല്ലോ എല്ലാവിധ സംരംഭങ്ങളും ഉള്ള ഒരു സന്നാഹമാണത് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ, എല്ലാവിധ വിദ്വേഷങ്ങളുടെ ഒരു വിളനിലം കൂടിയാണ്. അവിടുത്തെ ആളിനെ പോയിട്ട് ഡൽഹിയിൽ വെച്ച് അവിടുത്തെ ആൾ വന്ന് ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രിയുമായിട്ടോ ഔദ്യോഗികമായിട്ടോ ഒരു സന്ദർശനവും നടത്താതെ ഈ സന്ദർശനം നടത്തിയതിൻ്റെ ഉദ്ദേശം കോൺഗ്രസിനെ ആരും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല, ജയറാം രമേശും വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ ഗൂഢ ഉദ്ദേശം നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും. കാരണം എന്താണ്? മോദിയുടെ ശവക്കുഴി ഞങ്ങൾ തോണ്ടി വെച്ചിരിക്കുന്നു. പാർലമെൻറ്റിൽ ഇത് ചർച്ചാ വിഷയമായാലും ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ ഈ മുദ്രാവാക്യം ഉയർത്തിയ ആൾക്കാരെ പുറത്താക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു തരത്തിൽ അവർ അപ്പോളജൈസ് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെന്ന് പറഞ്ഞതിന്? അപ്പോൾ ഇത് അവരുടെ പ്ലാൻ സി തന്നെയാണ്. പ്ലാൻ സി വളരെ ഗുരുതരമായിട്ടുള്ള, ഇവരിപ്പം മഹാത്മാഗാന്ധി തൊഴിലുറപ്പിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. മഹാത്മാഗാന്ധിയുടെ ആശയത്തിനോട് ചേരുന്നതാണോ ഈ ശവക്കുഴി തോണ്ടി വയ്ക്കുക, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചു. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് പ്രധാനമന്ത്രി പദം, അതെനിക്ക് കിട്ടുക തന്നെ വേണം, ഇതാണ് ചിന്ത. പക്ഷെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട മോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് തുടർച്ചയായിട്ട് 3 തവണ ഭരണത്തിൽ എത്തിയതോടെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇല്ലാതായി പോയിരിക്കുക. അങ്ങനെ ഇല്ലാതായി പോകുന്ന കോൺഗ്രസിന് ഇനി ഒരു ഭരണത്തിലേക്ക് തിരിച്ചെത്താൻ ജനങ്ങളുടെ പിന്തുണ കിട്ടുമെന്നുള്ള സംശയമാണ്. മാത്രമല്ല രാഹുൽ ഗാന്ധി എടുക്കുന്ന നയപരമായ പല തീരുമാനങ്ങളും തെറ്റാണെന്ന് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ പരസ്യമായിട്ട് പറഞ്ഞു തുടങ്ങി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി ജനാധിപത്യപരമായിട്ട് കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ പറ്റില്ല. പകരം നമ്മൾ ആഹ്വാനം ചെയ്താൽ ഒരു ജൻസി കലാപം ഉണ്ടാകുമോ, ഒരു പ്രക്ഷോഭം ഉണ്ടാകും. ബംഗ്ലാദേശിൽ നടന്നല്ലോ, നേപ്പാളിൽ നടന്നല്ലോ, എന്തുകൊണ്ട് ഇന്ത്യക്ക് നടന്നുകൂടാ? ഇത് ചോദിക്കുന്നത് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ, കേരളത്തിന്റെ MP ആയി പ്രിയങ്ക ഗാന്ധി എന്തുകൊണ്ടാണ് യുവജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങാത്തത്? അപ്പൊ തെരുവിലേക്ക് ഇറങ്ങി ഒരു പ്രക്ഷോഭം നടത്തുക, ഇവിടെ ഒരു അസന്തുലിതാവസ്ഥ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുക, അങ്ങനെ ഈ ഭരണകൂടം പുറത്തു പോവുക. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന നിലയിൽ, അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഒരു ആധിപത്യ നിലയിൽ എനിക്ക് പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കാം. പാക് ഒക്കുപ്പൈഡ് കശ്മീർ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ ഭീകരവാദ തീവ്രവാദ സംഘടനകൾക്ക് വളക്കൂറുള്ള മണ്ണ. അവിടെ നിൽക്കുന്ന ആളുകൾക്ക് അത്തരം ചിന്താഗതിയേ ഉള്ളൂ. ഇത്തരത്തിലുള്ള ആളുകൾ, അല്ലെങ്കിൽ കശ്മീരിലുള്ള ബന്ധപ്പെട്ട ആളുകൾ മുമ്പും മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ സോണിയാഗാന്ധിയെ വസതിയിലെത്തി നേരിട്ട് കണ്ടിട്ടുണ്ട്. അതേ പാരമ്പര്യം തുടർന്ന് രാഹുൽ ഗാന്ധിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എന്ത് തരത്തിലുള്ള കലാപം സൃഷ്ടിക്കാനും ഞങ്ങൾ തയ്യാറാണ്, നിങ്ങളൊന്ന് പിന്തുണയ്ക്കൂ. ഈ ഒരു റിക്വസ്റ്റ് ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിന് ചെയ്യാൻ കഴിയുന്ന മാന്യമായ പ്രവൃത്തിയായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അതാണ് സമയക്കുറവുകൊണ്ട് 2 വാക്കുകളിൽ ഉപസംഹരിക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം, അതായത് റോബർട്ട് വാദ്ര മുതൽ റയാൻ വരെയുള്ളവർക്ക്, രാഹുൽ ഗാന്ധി വരെയുള്ളവർക്ക് ഒറ്റ കാര്യം, അവരുടെ മുദ്രാവാക്യം ഇതാണ്:
ഇന്ത്യ ഈസ് അവർ ഫാമിലി, മൈ ഫാമിലി ഈസ് മൈ കൺട്രി. മൈ ഫാമിലി ഈസ് മൈ കൺട്രി എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബമാണ് രാഷ്ട്രം, അതുപോലെ രാഷ്ട്രം എന്ന് പറയുന്നത് അവരുടെ കുടുംബമാണ്. ഈ ഒരു നിലപാടിലാണ് അവർ നിൽക്കുന്നത്. അതാണ് മറ്റേതൊരാൾ വന്നാലും അത് എലിമിനേറ്റ് ചെയ്യപ്പെടേണ്ട ആളാണ്. ഈ രാജ്യം ഞങ്ങൾക്ക് എഴുതി തന്നാണ് അല്ലെ, ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെ പ്രധാനമന്ത്രി ആകാൻ പാടുള്ളൂ. ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരിക്കരുത്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇരിക്കാൻ പാടില്ല, അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരിക്കാൻ പാടില്ല. എന്തായാലും ഇപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശവക്കുഴി ഒരുക്കി എന്നുള്ള മുദ്രാവാക്യങ്ങൾ, അതുപോലെ തന്നെ POKയിലുള്ള മതമൗലികവാദിയുമായുള്ള രാഹുലിന്റെ കൂടിക്കാഴ്ച, അതൊന്നും അത്ര ലഘൂകരിച്ച് കണ്ട കാര്യമൊന്നുമല്ല. തീർച്ചയായിട്ടും വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. അതിനനുസരിച്ച് നമ്മുടെ ഇന്റലിജൻസ് വിങ്ങും ഭരണകൂടവും ഒക്കെ നടപടി എടുക്കണം അല്ലെ. അതിന് പരുവപ്പെടുത്താൻ വേണ്ടി ഇവര് ദേശവിരുദ്ധതയെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ദേശീയ പത്രമെന്ന് പറയുന്ന മാതൃഭൂമി പോലും ഇപ്പോൾ ഫാളിങ് ഇൻ ലൈൻ, ആ ലൈനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ മുഖപ്രസംഗങ്ങൾ നമുക്ക് സൂചന നൽകിക്കൊണ്ടിരിക്കുന്നത്. ABC ന്യൂസിന് മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും, അതിന് ഹിന്ദിയും കൂടി ഉണ്ട്. ഒരു ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്, ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.